പാരീസിലെ സ്റ്റേഡ് ഡെ ഫ്രാൻസ് അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വായുവിനെ കീറിമുറിച്ച് അതിവേഗം കുതിച്ച ഒരു ത്രോ. ഇന്ത്യയിലെ 100 കോടിയിലേറെ വരുന്ന ജനതയെ ഞെട്ടിക്കാൻ മാത്രം കെൽപ്പുള്ള വേഗതയിൽ ആ ജാവലിൻ കുതിച്ചുയർന്നപ്പോൾ അതിന് പൊന്നിൻ തിളക്കമായിരുന്നു. പതിറ്റാണ്ടുകളായി ഒരു നാടൊന്നാകെ ഊതിക്കാച്ചിയെടുത്ത പത്തരമാറ്റിൻ്റെ തങ്കത്തിളക്കം. അർഷദ് നദീം, പാകിസ്ഥാന്റെ ജാവലിൻ താരം, ജീവിതത്തിലുടനീളം അനുഭവിച്ച മുഴുവൻ പ്രയാസങ്ങളും അയാൾ നടന്നു കയറിയ മുൾവഴികളും ആ ഒരൊറ്റ ത്രോയിൽ അയാൾക്ക് മുന്നിൽ അലിഞ്ഞില്ലാതായി. 92.97 മീറ്റർ ഒളിമ്പിക്സിന്റെ പുതിയ ചരിത്രത്തിലേക്ക് ജാവലിൻ ചെന്ന് പതിച്ച ആ നിമിഷം ഗാലറികളിൽ നിന്നുയർന്ന ആരവങ്ങളെയും സാക്ഷിയാക്കി ആ നേടിയ മനുഷ്യൻ തൻ്റെ കൈകൾ വാനിലേക്ക് ഉയർത്തി. പിന്നെ മുഖം പൊത്തിക്കരഞ്ഞു, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ. താൻ അനുഭവിച്ച പ്രതിസന്ധികളെയെല്ലാം നിഷ്പ്രഭമാക്കി ആ നിമിഷത്തെ അയാൾ മറ്റെങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? പുറങ്ങളിൽ ഒരുപാട് യാതനയുടെയും വേദനയുടെയും കഥകളുണ്ട്. ഒരു കോച്ചിൻ്റെയും സഹായമില്ലാതെ തൻ്റെ വീടിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ജാവലിൻ എറിഞ്ഞ് പരിശീലിച്ച ചെറുപ്പക്കാരൻ തൻ്റെ പഴയ ജാവലിൻ ഒന്ന് മാറ്റി പുതിയതൊന്ന് വാങ്ങുവാൻ